ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ വിശേഷമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മൊത്തം വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയമില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചു. ഇതേ രാവിലെ ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചി നല്ല ഉറക്കം കേട്ടോ. ചക്കര പിന്നെ എൻ്റെ ഒപ്പം എണീക്കും. ഞാൻ എണീക്കുന്ന എപ്പോഴാണോ അന്നേരം ചക്കര എണീക്കുവേ. ചാക്കോച്ചി ഒരു താമസം എണീക്കുള്ളൂ. ചക്കര എണീറ്റ ഉടനെ കുറച്ച് നേരം അവിടെ കിടക്കും എണീറ്റ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് സൈക്കിൾ എടുത്തുകൊണ്ടൊന്ന് പോയി സൈക്കിൾ ചവിട്ടാട്ടോ. കുറച്ച് നേരം ഞാനവിടെ തിരിക്കുവാണെങ്കിൽ കുറച്ച് നേരം ഇവൻ സൈക്കിൾ ചവിട്ടുവേ. പിള്ളേർ നല്ലതല്ലേ, രാവിലെ സൈക്കിൾ ചവിട്ടുന്നൊക്കെ നല്ല കേട്ടോ. അങ്ങനെ നമുക്കധികം മിറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുവാണേ. അപ്പോൾ ഇവനോട് ചോദിക്കുക, എൻ്റെ അമ്മ ഇന്ന് പതിവില്ലാതെ വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് വെച്ച് ചോദിക്കാം. അപ്പം ഞാൻ പറയുമായിരുന്നു, വെറുതെ ഒത്തിരി ആളായല്ലോ വീഡിയോ ഒക്കെ എടുത്തത്, ഒരു രസമാണേ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് രാവിലെ. അപ്പോഴത്തേന് ഇവന് ഇന്ന് രാവിലെ ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ എടുക്കാന്ന് വെച്ചിട്ട്. പഠിത്തമുള്ള ദിവസമാണ് ഭയങ്കര തിരക്കല്ലേ. അത് കഴിഞ്ഞ് അനീച്ചാറ് സൈക്കിളിൽ കയറി കുറച്ച് നേരം കളിക്കോട്ടെ. അപ്പോൾ അന്നേരം പറഞ്ഞ് എന്നോട് ഓടി വന്ന് അമ്മ എന്തിന് വീഡിയോ എടുക്കാമേ എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ചു കേട്ടോ. ചപ്പാത്തി നമ്മുടെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഇത് വെച്ചിട്ടാട്ടോ, ആട്ടപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അതിന് നല്ല തരിയാണേ. അത് അന്നേരം അമ്മ പറഞ്ഞു തരിയോട് കൂടി ആ ചപ്പാത്തി ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല, അതുകൊണ്ട് ഒന്ന് അരിച്ചതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അന്നത്തിന് അമ്മ വേഗം ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ. ഇത്രയും പൊടി കിട്ടും കേട്ടോ. അത് നമ്മൾ ഒരു കവറ് അരിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ തരി കേട്ടോ ഇത്രയും. ഇത് പിന്നെ ഞങ്ങൾ ആടിനെ വെള്ളത്തിനകത്തിട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വേവിച്ചത് കൊടുക്കുവേ. പിന്നെ ചൂടുവെള്ളത്തിലാട്ടോ അത് കുഴക്കുന്നത്. അപ്പം നല്ല മയം കിട്ടും. പിന്നെ നമ്മൾ പൊടിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു മയമൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ലാത്തൊരു നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ അമ്മ അത് ചൂടുവെള്ളം ഒഴിച്ചിടുമ്പോൾ ഞങ്ങൾ ചൂടുവെള്ളത്തിൽ തന്നെ നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് കുഴയ്ക്കും. അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോഴാട്ടോ ഞങ്ങൾ പിന്നെ അല്ലാതെ നല്ല രീതിയിലൊന്ന് കുഴച്ച് എടുക്കുന്നത്. ഇതിപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കും. അങ്ങനെ അത് കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതുണ്ടോ, പിന്നെ അമ്മ തന്നെ പരത്തും കേട്ടോ. എനിക്ക് പരത്തി കഴിഞ്ഞാൽ വലിയ റെഡിയാവുന്നില്ല, ഞാൻ ചുടുകയുള്ളൂ കേട്ടോ. അങ്ങനെ അമ്മയോട് പറഞ്ഞ് വേഗം പരത്തിക്കോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശക്കല്ല് അടുപ്പോട്ട് വെച്ചു. എന്നിട്ട് ഈ ചപ്പാത്തി ചൂടാൻ നേരത്തെ ഈ ചട്ടി ആട്ടോ എടുക്കുന്നത്. കാരണം വേഗം ഇത് പൊടി പിടിച്ച് അല്ലാത്ത വേറൊരു ദോശ ഉണ്ടാക്കുന്നത്, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ വേഗം എണ്ണ തൂത്ത്, എനിക്ക് ധാരാളം എണ്ണ വേണം കേട്ടോ, ചേറെ എണ്ണ തൂത്ത് ഞാൻ, എന്നാലും നല്ല മയം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേഗം ചപ്പാത്തി വേഗം ചുട്ടെടുക്കുക കേട്ടോ. അപ്പോഴത്തേനും എന്നെ ചക്കര വിശക്കുവാന്നും പറഞ്ഞുകൊണ്ട് ബഹളം തുടങ്ങി കേട്ടോ. അവൻ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അന്നേരം ആഹാരം കഴിക്കണേ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഇവന് ആഹാരം കഴിക്കണം. അപ്പോഴത്തേനും എന്നെ പറഞ്ഞത് അമ്മയെ വേഗം ആക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ഞാൻ ചപ്പാത്തി ചൂടുവാണേ. അത് കഴിഞ്ഞതേ നമ്മുടെ ചാക്കോച്ചി കിടന്ന് വിളിക്കാൻ തുടങ്ങി കേട്ടോ. എണീറ്റ് കഴിഞ്ഞിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. കണ്ണൊന്നും കാണുന്നില്ല. അപ്പോഴത്തേന് വീഡിയോ എടുക്കുന്നുണ്ട്. ഫോണിൻ്റെ വെട്ടം കൊണ്ട് അവന് മുഖമൊക്കെ വാടി കേട്ടോ. അവന് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ്റെ കൂടെ കിടക്കണേ. അത് അവൻ നിർബന്ധം കേട്ടോ ചാക്കോച്ചിക്ക്. അതുകൊണ്ട് മുഖമൊക്കെ വാടി കിടക്കെന്ന് പറയുമോ. വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി കുറേ നേരം കിടന്ന് കഴിഞ്ഞിട്ട് ഇവന് എണീറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചേട്ടനും അനിലും കൂടെ TV കണ്ടുകൊണ്ടിരുന്ന കേട്ടോ കഴിക്കുന്നത്. ശനിയാഴ്ച ദിവസം മാത്രമുള്ള പരിപാടി കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്ത് TV ഓഫ് ചെയ്യും. കാരണം TVയിലോട്ട് നോക്കി തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് സമയം പോകുമ്പോൾ ഞങ്ങൾ TV ഓഫ് ചെയ്യും. പ്രത്യേകിച്ച് കൊച്ചു TV തന്നെ കേട്ടോ. അനീച്ചാരും അതിൽ നിന്ന് കണ്ണെടുക്കുന്നേ ഇല്ല കേട്ടോ, കഴിക്കുക ചേട്ടനും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ അലക്കിയേക്കാന്ന് വെച്ചു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയായിരുന്നു. അപ്പം അതിനകത്ത് തന്നെ അലക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പണി ഇച്ചിരി കുറവ് വരും കേട്ടോ. അലക്കുന്ന സമയം കൊണ്ട് എനിക്ക് വേറെ ജോലിയൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് അലക്കിയേക്കാന്ന് വെച്ചു. എനിക്ക് പിന്നെ ഈ തുണി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സോപ്പ് പൊടി മുക്കി വെക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം സോപ്പ് പൊടി മുക്കി വെക്കുവേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് കൊണ്ടുവന്ന് ഈ അല്ലാത്ത തുണിയൊക്കെ നമ്മളല്ലാതെ ചെളി പറ്റുന്ന തുണിയല്ലേ കൂടുതൽ അലക്കുന്നത്. അപ്പോൾ അത് ചെളിയൊക്കെ പോകാതിരിക്കുവേ. അങ്ങനെ എനിക്കൊരു തോന്നല. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം മാത്രമേ അലക്കുള്ളൂ കേട്ടോ. അപ്പോൾ തുണി നല്ലതുപോലെ വെളുത്ത് കിട്ടും.
അങ്ങനെ ഇച്ചിരി മണമൊക്കെ ഉള്ള ലോഷനൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തു. കാരണം തുണിക്കൊക്കെ നല്ലൊരു മണം കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ഞാൻ പൊക്കിയപ്പോഴത്തേന് സോപ്പ് പൊടി അതിനകത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാൻ മറന്നുപോയി, വെള്ളം ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ അടച്ച് വെച്ചേക്കാമെന്ന് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി. ഇനി ഒരു 10 മിനിറ്റ് അവിടെ വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് അലക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇനി കാപ്പി കുടിച്ചേക്കാമെന്ന് വെച്ചിട്ടോ. ചപ്പാത്തി ഇനി എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ചപ്പാത്തി പിന്നെ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് വേറെ കറിയൊന്നും വെച്ചില്ല. അതുകൊണ്ട് ചിക്കൻ കറിയും കൂട്ടി തന്നെ ഗ്രേവിയൊക്കെ കൂട്ടി എന്നാൽ കഴിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.